ഗൈസ്, വെൽക്കം ബാക്ക് ടു ആർക്ക് ഗെയിമിംഗ്. അപ്പോൾ എൻ്റെ പേര് ശ്രീരാജ്, ഞാനാണ് ആർക്ക് ഗെയിമിങ്ങിൻ്റെ ഓണർ. അപ്പോൾ നമ്മളിന്ന് ഒരു പുതിയൊരു സർവൈവൽ വേൾഡ് തുടങ്ങി. അപ്പോൾ നമ്മൾ റെക്കോർഡ് അമർത്തി കഴിഞ്ഞിട്ട് റെക്കോർഡൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോഴാണ് കണ്ടത് നമ്മൾ ഈ ഒരു വുഡിൻ്റെ മേലെ ഫസ്റ്റത്തെ ബ്ലോക്ക് പൊട്ടിച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഡേർട്ട് വെക്കണമെന്നും ഈ വീഡിയോയിൽ പെട്ടില്ല. എന്തിന് വേൾഡ് ക്രിയേഷൻ വരെ നമുക്ക് വെട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് എന്തായാലും ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും 2 സ്റ്റിക്കും ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് സാധാരണ തുടങ്ങുന്ന പോലെ തന്നെ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് നേരെ സ്റ്റോണ് ഒരു എത്രയും എണ്ണം കളക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ ടൂള്, അതായത് ഈ ഒരു പിക്കാക്സ് നമുക്ക് പൊട്ടിക്കാണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഇത്തിരി സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് സ്റ്റോണിൻ്റെ ആക്സൊക്കെ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് ഒരു ബെഡ് തപ്പി പോവാം. കാരണം നമുക്ക് ഈ ഒരു ഫസ്റ്റത്തെ നൈറ്റ് തന്നെ നമുക്ക് ചാവണം എന്നില്ല. അത് കാരണം നമ്മൾ ഇപ്പോൾ ഇച്ചിരി സ്റ്റോണ് കളക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ കോള് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെൻ്റെ ഗെയിമിൻ്റെ സൗണ്ട് റെക്കോർഡായില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ഈ ഒരു ടെസ്റ്റ് പാക്ക് ഒന്ന് പെട്ടെന്നൊന്ന് ഡിസേബിൾ ചെയ്യട്ടെ. കാരണം എനിക്ക് ആ ഒരു ഔട്ട്ലൈൻ വേണ്ട, ആ ഒരു കോളിൻ്റെ സൈഡിൽ നിങ്ങൾ കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇത്തിരി ഒരു കോബിൾ സ്റ്റോൺ ഇത്തിരി കളക്ട് ചെയ്യാം. ഒരു 14 മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് 14. അയ്യോ, ആ സ്റ്റോൺ പൊട്ടിച്ചതിനെ പറ്റില്ലല്ലോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്റ്റോൺ ആക്സ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ ഒരു ഷീപ്പിനാണ് ഞാൻ അതേ സൈഡിലൊക്കെ ഉണ്ട്. നമുക്ക് ആ ഒരു ക്രാഫ്റ്റിൻ്റെ ടേബിൾ എടുത്തിട്ട് നേരെ പോയിട്ട് ആ ഒരു ഷീപ്പിനെ വെട്ടാം. പിന്നെ നമുക്ക് ഇത്തിരി വുഡും ഗ്യാദർ ചെയ്യാൻ പോകണ വഴി. അപ്പോൾ എന്തായാലും ഫസ്റ്റ് തന്നെ ഒരു ബെഡ് സെറ്റാക്കണം. കാരണം ഈ ഒരു രാത്രി നമുക്ക് ഫസ്റ്റത്തെ നൈറ്റ് തന്നെ നമ്മൾ ചത്ത് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല ലെസ് പ്ലേന്. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ 2 വൂളതിൻ്റെ വെച്ച് ഇത്തിരി ഞാനിത്തിരി കുരങ്ങെന്ന് വേണമെങ്കിൽ പറയാൻ തന്നെ. കാരണം ഞാൻ ഫുള്ള് മരത്തിൻ്റെ മേലെ നിന്ന് ചാടിക്കളിയാണ്. അപ്പോൾ അവിടെ എന്തൊരു ഷേപ്പിനുണ്ടോ ഉണ്ട്, അതാ നിൽക്കുന്നതാണ് കള്ളൻ ഒളിച്ചിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു സീരീസിൽ യൂസ് ചെയ്യണ മോഡ്സുകളെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ താഴെ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ നമുക്കൊരു ബെഡിനുള്ളതായി. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഈ ഒരു മരത്തിൻ്റെ ജനറേഷൻ നോക്കി ഞാൻ ഇങ്ങനത്തെ ഒരു മരം ആദ്യമായിട്ടാണ്. മറ്റേ ശരിക്കുമുള്ള ഒരു വലിയൊരു ഓക്ക് ട്രീ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബെഡ് ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ നൈറ്റ് സർവൈവ് ചെയ്യാൻ ഒരു ബെഡ് ഉണ്ടാക്കിൻ്റെ ലെറ്റ്സ് ഗോ. ഓക്കെ, പറഞ്ഞ പോലെ ഞാൻ ഈ ഒരു മരം ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇങ്ങനത്തെ ഈ ഒരു സൂമിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള മോഡ് വെച്ചിട്ടാണ് നമ്മൾ സൂം ചെയ്യണത്. ഈ ഫാബ്രിക്കിൽ ഒപ്റ്റി ഫാബ്രിക് എനിക്ക് അത്ര ഇഷ്ടമല്ല. അത് തന്നെ ഞാൻ സൂമിഫൈ ആണ് യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ മരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ സ്പോണാവണത്. മറ്റേ സാധാരണ ഞാൻ എല്ലേൻ്റെ ഉള്ളിൽ കുറേ വുഡ് ആയിട്ടുള്ളതാണ് കാണാറ്. അപ്പോൾ എന്തായാലും നമുക്കിനി ലേശം വുഡ് കളക്കുക. നിങ്ങൾ അതിൻ്റെ ഒരു മോണ്ടാജ് കണ്ടിട്ട് വാ. സോ ഗൈസ്, നമ്മളപ്പോൾ ഇത്തിരി വുഡും ഫുഡൊക്കെ കളക്ട് ചെയ്തിട്ട് നമ്മളത് സ്പോണിക്ക് തിരിച്ച് വന്നിട്ടുണ്ട്. നമുക്കിത്തിരി സ്റ്റോണ് കളക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്തിരി ഹങ്കർ അടിച്ചതിൻ്റെ. അപ്പോൾ നമുക്ക് എന്തായാലും രാത്രിയും ആവാറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ഫർണസ് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാനിടാം. എന്നിട്ട് നമുക്ക് ആ ഒരു സ്റ്റോൺ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫുഡും കഴിക്കാം. എന്നിട്ട് നമുക്ക് ഫസ്റ്റത്തെ നൈറ്റ് സർവൈവ് ചെയ്യാം. നമ്മളിപ്പോൾ എന്തായാലും നൈറ്റായില്ല. അപ്പോൾ നമുക്കൊരു ഷവറുണ്ടാക്കാം. ഞാനിവിടെ ഇത്തിരി ക്രൗഡഡ് പോലെ ഉണ്ട് ഈ ഒരു മരം ഒക്കെ ആയിട്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇത്തിരി ലേശം ഫ്ലാറ്റാക്കാം. അപ്പോൾ
നമുക്ക് കുക്കായ ഫുഡ് എടുത്ത് തിന്നാം. അപ്പോൾ രാത്രി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ദിവസം തന്നെ അണ്ണന്മാരെൻ്റെ അടി കൊണ്ട് ചാവാണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബെഡൊക്കെ എടുത്ത് കയ്യിലെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും ഈ ഒരു കോർഡിനേറ്റ്സ് നമുക്ക് എന്തായാലും ചാറ്റിലിടാം. കാരണം നാളെ ഈ ഒരു ബെഡ് കിടന്ന് ഉറങ്ങിയിട്ട് നമുക്ക് എക്സ്പ്ലോറിങ്ങിന് പോവാം. ഒരു സ്റ്റാർട്ടർ ബേസ് വയ്ക്കാനൊരു സ്ഥലം നമുക്ക് നോക്കി പോവാം. എന്നിട്ട് ആ ഒരു സ്ഥലം നന്നായിട്ട് ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാം. ഇത് അവിടെ നമ്മുടെ സൂര്യൻ ഉദിച്ച് കൊണ്ടുവന്നേ അസ്തമിക്കുന്നുണ്ട്. നമുക്ക് ഇപ്പുറത്ത് സൂര്യനെ ചന്ദ്രൻ വെൻ്റ് തോന്നുന്നു. ഈ ഷെയ്ഡർ ഞാൻ ആദ്യമായിട്ടാണ് രാത്രി ഇങ്ങനെ കാണുന്നത്. ഇതെന്താണാവോ ഈ ഒരു ലീവ്സ് എല്ലാം വളരെ നല്ലൊരു സാറ്റുറേറ്റഡ് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറ്. ഇതേ നമ്മുടെ അസ്തമിച്ച് പോണ്. അപ്പോൾ സോ ഗൈസ്, അപ്പം തന്നെ നമുക്ക് പെട്ടെന്ന് കിടന്നുറങ്ങാൻ നോക്കാം, അല്ലെങ്കിൽ അണ്ണന്മാർ വന്നിട്ട് നമ്മളതിനെ അടിച്ചു കൊല്ലും. അപ്പോൾ സീറ്റ് ഡ്രീംസ് അച്ചീവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഫുഡ് കുക്ക് ചെയ്തെടുക്കാം. ഇത്തിരി കൂടി സ്റ്റോൺ നിന്ന് മൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലോറിങ്ങിന് പോകാം. ഒരു ലേശം സ്റ്റോൺ മതി. ഞാൻ അത്രയ്ക്കൊന്നും ഇവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്യണില്ല. കാരണം നമ്മൾ പോയ ഉടനെ തന്നെ സ്റ്റാർട്ടർ ബേസ് വെക്കണില്ല. ഈ ഒരു എപ്പിസോഡ് 1 ഇങ്ങനെ പോട്ടെ. നമുക്ക് എപ്പിസോഡ് 2 എന്തായാലും സ്റ്റാർട്ടർ ബേസ് നമുക്ക് എന്തായാലും സെറ്റാക്കാം. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റിൻ്റെ പോട്ടെ, ബെഡും പോട്ടെ, നമുക്ക് ഈ ഒരു മൈനിങ് അത് നമുക്കൊന്ന് ബ്ലോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇത്തിരി എക്സ്പ്ലോറിങ്ങിന് പോകാം. എക്സ്പ്ലോറിങ്ങിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇത്തിരി വുഡും കളക്ട് ചെയ്യാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടർ ബേസ് വയ്ക്കാൻ വേണ്ടി വുഡ് കളക്ട് ചെയ്ത് പോകണ്ട. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങളെന്നെ ആ ഒരു പോണ വഴിക്ക് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാം. കേസ് നമ്മളിവിടെ ഒരു നല്ലൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഇത്തിരി ഗ്രാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് ടെറഫോം ചെയ്യാൻ വേണ്ട. അപ്പോൾ അവിടെയാണ് നമ്മുടെ സ്പോൺ. ആ ഒരു ബാക്കിലേക്കായിട്ടാണ് നമ്മുടെ സ്പോൺ വരുന്നത്. അപ്പോൾ നല്ല ക്ലോസിലാണ് നമ്മുടെ ഈ ഒരു സ്റ്റാർട്ടർ ബേസ് ഉള്ള സ്ഥലം വരുന്നത്. നമുക്ക് അപ്പുറത്തൊരു ജംഗിൾ ബൈ ഉണ്ട്. ഞാൻ ഇത്ര നേരം 32 ഡിസ്റ്റൻസിൽ കളിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെ ഇപ്പുറത്തൊരു സവാന ഉണ്ട്. പിന്നെ അവിടെയായിട്ടാണ് നമ്മുടെ സ്പോൺ വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ തൊട്ട് സൈഡിലായിട്ട് ഒരു ഓക്കും ബെർച്ചുള്ളൊരു ഫോറസ്റ്റ് പോലെ ഒരു സംഭവമുണ്ട്. അത് നമുക്ക് എന്തായാലും ഇവിടെ ഇത്തിരി ടെറഫോമിങ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ടൊന്ന് ടെർഫോം ചെയ്തിട്ടുണ്ട്. നമ്മളാ ഒരു പുല്ലൊക്കെ വെട്ടി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിൽ ഇപ്പം തന്നെ ഒരു 30 മിനിറ്റായി ഞാൻ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് എന്തായാലും നമുക്കൊരു സ്റ്റാർട്ടർ ബേസ് ഇവിടെ സെറ്റാക്കണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകുന്നതായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ഇറ്റ്സ് മീ ആർക്ക് ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ബൈ.